സമ്പൂർണ്ണ സമർപ്പണം ചെയ്തവർക്ക് കൽപ്പവൃക്ഷമായി പരിലസിക്കുന്ന ഭഗവാൻ അനുഗ്രഹാർത്ഥം ഒരു കയ്യിൽ കടിഞ്ഞാണിനെയും മറുകൈയിൽ ജ്ഞാനമുദ്രയെയും ധരിച്ചിരിക്കുന്നു. അപ്രകാരമുള്ള ഭഗവാൻ ഗീതാമൃതത്തെ ദോഹനം ചെയ്യുന്ന പ്രഭുവാണ്. അങ്ങനെയുള്ള ഭഗവാനെ, കൃഷ്ണനെ നമസ്കരിക്കുന്നു എന്ന ശ്ലോകമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. കൃഷ്ണ ശബ്ദത്തിന് ആകർഷിക്കുന്നവൻ എന്നാണ് ഒരർത്ഥമുള്ളത്. പല അർത്ഥങ്ങളും കൽപ്പിക്കാറുണ്ട്. ഒരർത്ഥം ആകർഷിക്കുന്നവൻ, എല്ലാവരെയും തന്നിലേക്ക് ഭഗവാൻ ആകർഷിക്കുന്നുണ്ട്. സകല പ്രപഞ്ചത്തെയും ആകർഷിച്ച് തന്നിൽ ലയിപ്പിക്കുന്ന പ്രളയാധീശനുമാണ് ഭഗവാൻ എന്നും ഓർമ്മിക്കാവുന്നതാണ്. എല്ലാവരും എൻ്റെ വഴിയെ തന്നെ അനുഗമിക്കുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ അവകാശപ്പെടുന്നുണ്ട്. മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. എല്ലാവരും എന്നെ തന്നെയാണ് അനുവർത്തിക്കുന്നത്. ഒടുവിൽ ഭഗവാനിലാണ് എല്ലാവരും എത്തിച്ചേരുക. എത്ര കാലതാമസം എടുത്താലും ശരി, അത് എത്രയും വേഗത്തിലാക്കാനാണ് നമ്മളൊക്കെ ഉത്സാഹിക്കുന്നത് എന്ന് പറയും. അടുത്ത ശ്ലോകം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. സർവ ഉപനിഷദഃ, എല്ലാ ഉപനിഷത്തുക്കളും, ഗാവഹ, പശുക്കളാകുന്നു, ദോഗ്ധ, പാല് കറക്കുന്നവനായിട്ട്. ഇവിടെ ഉപനിഷത്ത് പശുക്കളെ കറക്കണമെങ്കിൽ യോഗ്യനായ ഒരു കറവക്കാരൻ തന്നെ വേണമല്ലോ. ആരാത്? ഗോപാലനന്ദനഃ. ഗോപാലനന്ദനാണ് കറവക്കാരൻ. ഇനി പശുക്കുട്ടിയോ? പാർത്ഥോ വത്സ, പാർത്ഥനാണ്, അർജുനനാണ് പാല് കുടിക്കാൻ ഈ ഉപനിഷത്ത് പശുക്കളുടെ പുത്രനായിട്ട്. പശുവിൻ്റെ കുട്ടി കൂട്ടത്തിൽ വേണമല്ലോ, എന്നാലേ കറക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. പാർത്ഥനെയാണ് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. പാർത്ഥോ വത്സ. ആർക്കാണ് ഈ പാല് ആസ്വദിക്കാനുള്ള അനുഗ്രഹം സിദ്ധിക്കുക എന്ന് ചോദിക്കും. ഉത്തരം സുധീ. സുധീർ ഭോക്ത. ഈ വിശിഷ്ടമായ പാല്, ദുഗ്ധം, അത് കുടിക്കുന്നത് സുധിയാണ്. സുധി എന്ന് പറഞ്ഞാൽ സജ്ജനം, മഹാമനീഷികൾ, ശുദ്ധാന്തകരണന്മാർ, അവരാണ് ഇതിനെ പാനം ചെയ്യുക. ഉപനിഷത്ത് എന്ന പദം കൊണ്ട് ബ്രഹ്മവിദ്യ എന്നാണ് അർത്ഥമാക്കുന്നത്. ബ്രഹ്മവിദ്യ ഏകമാണ്. എന്തുകൊണ്ട് ഉപനിഷത്തുക്കൾ എന്ന് ബഹുവചനം വന്നു? ഇത് ചർച്ചാ വിഷയമാണ്. ബ്രഹ്മവിദ്യ ഏകമാണ്. ഉപ എന്ന സത് എന്ന ധാതുവിനോട് ഉപ എന്ന ഉപസർഗവും അതുപോലെ തന്നെ ക്വിപ്പ് പ്രത്യയവും ചേരുമ്പോഴാണ് ഉപനിഷത്ത് എന്ന പദം ഉണ്ടാവുന്നത്. സത് ധാതുവിന് വിശരണമെന്നും അവസാദനമെന്നും ഗതി എന്നുമൊക്കെ അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മെ സകല അജ്ഞാനത്തിൽ നിന്നും മുക്തരാക്കി, അജ്ഞാനനാശം എന്നുള്ളത് വിശരണാർത്ഥത്തിലും കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ മോചിതരാക്കി അത് അവസാദനാർത്ഥത്തിലും പരമമായ മോക്ഷത്തിലേക്ക് നയിക്കുന്നു, ഗതി അർത്ഥത്തിലും. സതുധാതുവിന് വിശരണം, അവസാദനം, ഗതി എന്നിങ്ങനെ 3 അർത്ഥങ്ങളാണല്ലോ. ഈ അർത്ഥം പ്രമാണിച്ച് അജ്ഞാനം നശിപ്പിക്കുന്നു ബ്രഹ്മവിദ്യ, കർമ്മബന്ധങ്ങളിൽ നിന്ന് നമ്മെ മുക്തരാക്കുന്നു ബ്രഹ്മവിദ്യ, പരമപദത്തിലേക്ക് നമ്മെ നയിക്കുന്നു ബ്രഹ്മവിദ്യ. ഇങ്ങനെയാണ് ഉപനിഷത് ശബ്ദത്തിന് അർത്ഥം.
അങ്ങനെയുള്ള ഉപനിഷത്ത് ബ്രഹ്മവിദ്യ ഏകമാണ്. പക്ഷേ ഗ്രന്ഥാർത്ഥത്തിലും ഈ പ്രയോഗമുണ്ട്. മുഖ്യാർത്ഥത്തിൽ ബ്രഹ്മവിദ്യ എന്നാണ് ഉപനിഷത്ത് ശബ്ദത്തിന് അർത്ഥം. ഗൗണാർത്ഥത്തിൽ ഗ്രന്ഥരാശി എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ എത്ര ഉപനിഷത്തുകളുണ്ട്? ഉപനിഷത്തുകൾ 1180 ഉണ്ട് എന്നാണ്. ഓരോരോ വേദശാഖകൾക്കനുസരിച്ച് അത്രയും ഉപനിഷത്തുണ്ട്. ആ അർത്ഥത്തിൽ വേദശാഖകളെ സംബന്ധിച്ച് ഒരു ഉപനിഷത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഋഗ്വേദത്തിൽ 21, യജുർവേദത്തിൽ 109, സാമവേദത്തിൽ 1000, അതുപോലെ അഥർവവേദത്തിൽ 50 ശാഖകളുണ്ട്. ശാഖയ്ക്കനുസരിച്ച് ഉപനിഷത്തുകൾ എന്ന് വരുമ്പോൾ മൊത്തത്തിൽ 1180 ഉപനിഷത്തുകൾ. ഇത്രയും ശാഖകളും ഉപനിഷത്തുകളും ലഭ്യമല്ല എന്ന കാര്യവും ആചാര്യന്മാർ ഖേദപൂർവം അറിയിക്കും. നമ്മുടെയൊക്കെ ശാസ്ത്ര സംരക്ഷണ ജാഗ്രത കുറവുകൊണ്ട് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഉള്ളത് ഭംഗിയായി സംരക്ഷിക്കുകയും പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയും അതുപോലെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള ഉപനിഷത്തുക്കളാണ് ഇവിടെ പശുക്കളായിട്ട് വന്നു നിൽക്കുന്നത്. ഈ പശുക്കളുടെയൊക്കെ കറവക്കാരനായിട്ടുള്ള ഗോപാലനാകട്ടെ പാലന ദോഹന സമർത്ഥനാണ്. ഗോവിനെ, പശുവിനെ പാലിക്കാൻ സമർത്ഥനായതുകൊണ്ട് ഗോപാലൻ, അവയെ ആനന്ദിപ്പിക്കുന്നവനായതുകൊണ്ട് നന്ദനൻ, ആനന്ദിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ നല്ല കറവക്കാരനുമായിരിക്കും. പശുവിനെ രക്ഷിക്കുന്ന ആൾ എന്തിനാ പശുവിനെ രക്ഷിക്കണേ വെച്ചാൽ പാല് കറക്കാൻ വേണ്ടിയാണല്ലോ. അപ്പം അതിനും സാമർഥ്യമുണ്ട് എന്ന് പറയുക. അങ്ങനെയുള്ള ഗോപാല നന്ദനഃ, ഗോപാലശ്ചാസൗ നന്ദനശ്ചേതി, ഗോപാല നന്ദനഃ, പാലന സമർത്ഥനാണ്, ആനന്ദിപ്പിക്കുന്നവനാണ്. നമുക്കും ആനന്ദം തരും എന്ന് പറയുക. ആശ്രയിച്ചാൽ പശുക്കൾക്കും ആനന്ദം പകരുന്നവൻ, നല്ല കറവക്കാരൻ, ഗോപാല നന്ദനഃ. ഗോശബ്ദത്തിന് ഭൂമി എന്നും വേദമെന്നും ഇന്ദ്രിയങ്ങളെന്നും കണ്ണ് എന്ന് വിശേഷിച്ചും രശ്മി എന്നും ഒക്കെ അനവധി അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഗോപാലൻ ഭൂമിയുടെ പാലകനാണ്, വേദത്തിൻ്റെ പാലകനാണ്, ധർമ്മത്തിൻ്റെ പാലകനാണ്, അറിവിൻ്റെ പാലകനാണ് എന്നിങ്ങനെയൊക്കെ ആസ്വദിക്കാം. അപ്പോൾ താത്വികമായി ഏറെ ആലോചിക്കാൻ വകതരുന്ന ഒരു പ്രയോഗമാണ് ഗോപാല പ്രയോഗം. അങ്ങനെയുള്ള ഗോപാലനന്ദനാണ്, സാക്ഷാൽ ജ്ഞാനമൂർത്തിയാണ് ഇവിടെ കറവക്കാരൻ. പാർത്ഥഃ വത്സഃ, അർജുനനാണ് ഇവിടെ പശുക്കുട്ടി. പല ആചാര്യന്മാരും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാറുള്ളത്, ഭഗവത്ഗീത ഭഗവാൻ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ കറന്നു തന്ന പാലാണല്ലോ, ഇത് കുടിക്കാൻ നിങ്ങൾക്കാട്ടോ യോഗ്യത. പാർത്ഥൻ കുടിച്ചു പോകുമെന്ന് പേടിക്കണ്ട. കാരണം പശുക്കുട്ടിയെ കൂടുതൽ കുടിപ്പിക്കില്ലല്ലോ, കുടിക്കാൻ നമുക്കാണ് അർഹത. ആചാര്യസ്വാമികൾ ആ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതായിട്ടും ഗുരുക്കന്മാർ ഉദ്ധരിക്കും. എങ്ങനെ ആചാര്യസ്വാമികൾ പറഞ്ഞത്? അർജുനം നിമിത്തീകൃത്യ, അർജുനനെ ഒരു നിമിത്തമാക്കിക്കൊണ്ട്, ഒരു എക്സ്ക്യൂസായി പരിഗണിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത ഉപദേശം ചെയ്യുന്നത്. അപ്പം അതിന് അർഹര് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് തീരുമാനിക്കണം. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ എന്ന ശ്ലോകം കേട്ട് അയ്യോ എത്ര ജന്മം എടുക്കണം, ഞാനിപ്പോൾ എടുത്തോ എന്നുള്ളത് അറിയില്ലല്ലോ, വേണ്ടത്ര ജന്മമായോ എന്ന സങ്കോചം പുലർത്തേണ്ട കാര്യമില്ല. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ എന്ന ശ്ലോകം ഭഗവത്ഗീതയിൽ തന്നെയുണ്ട്, 7-ാം അധ്യായത്തിൽ. അത് കേട്ടിട്ട് ഇപ്പം മനുഷ്യാണാം സഹസ്രേഷു, 1000 മനുഷ്യരുടെ ഇടയിൽ ഒരാൾക്കൊക്കെ ഈ വിഷയത്തിൽ താല്പര്യം ജനിച്ചാലായി എന്ന് സങ്കോചപ്പെടേണ്ട കാര്യമില്ല. ഇവിടെയൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്കിതിന് നല്ല യോഗ്യതയുണ്ട് എന്നാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നാണ്. കാരണം നമുക്കിത് കേൾക്കാനുള്ള ഒരു
ഭാഗ്യം സിദ്ധിച്ചുവല്ലോ, അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, യോഗ്യരാണ് എന്ന് തീരുമാനിച്ച് നമ്മൾ പഠനത്തിന് മുതിരണം. പാർത്ഥൻ കുടിച്ചുപോയി എന്ന് പേടിക്കേണ്ട കാര്യമില്ല. പാർത്ഥോ വത്സ സുധീർ ഭോക്ത എന്ന് വിശേഷിച്ച് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധി മതി എന്ന് പറയുക. വലിയ വിശേഷപ്പെട്ട ബുദ്ധി സാമർഥ്യം ഒന്നും ആവശ്യപ്പെടുന്നില്ല. 4 4 എത്രയാന്ന് ചോദിച്ചാൽ 8 എന്ന് പറയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടോ, അത്രയൊക്കെ മതി. ആ ബുദ്ധിയെ കൂടുതൽ സൂക്ഷ്മമാക്കുകയാണ് വേണ്ടത്. ബുദ്ധിയെ സൂക്ഷ്മമാക്കാനുള്ള വഴി നാമജപം, ക്ഷേത്രദർശനം, തീർത്ഥാടനം ഇത്യാദി ആചാര്യന്മാർ ഉപദേശിച്ചിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ മുഴുകലാകുന്നു. പിന്നെയും ബുദ്ധിയെ സൂക്ഷ്മമാക്കുന്നതിന് കർമ്മയോഗത്തിൻ്റെ പാഠങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അന്യത്ര വരും അധ്യായങ്ങളിലൊക്കെ വിസ്തരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ മനസ്സിലാക്കി ബുദ്ധിയെ കൂടുതൽ സൂക്ഷ്മമാക്കാനാണ് ഉത്സാഹിക്കേണ്ടത്. തീഷ്ണവും രൂക്ഷവും ഒന്നും ആക്കേണ്ട കാര്യമില്ല. ബുദ്ധി രാക്ഷസനൊന്നും ആവേണ്ട കാര്യമില്ല എന്ന് പറയും. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ അത് ശുദ്ധമാക്കുകയാണ് വേണ്ടത്. അതിന് അനുഷ്ഠാനങ്ങളുടെ വഴിയിലൂടെ തിരിച്ചുവിടുക, അതുപോലെ തന്നെ കർമ്മയോഗത്തിൽ ഏർപ്പെടുക, സ്വാധ്യായത്തിന് പരിശ്രമിക്കുക. ഇത്രയൊക്കെ ധാരാളമായി എന്ന് പറയുക. സജ്ജന സർഗം ഉണ്ടാവുമ്പോൾ ഒക്കെ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ സുധീ ഭോക്ത, ഈ വിശേഷപ്പെട്ട ദുഗ്ധം കുടിക്കാനുള്ള യോഗ്യത കൈവരുന്നു. സർവോപനിഷദോ ഗാവോ, ഗംഭീരമായൊരു ചിത്രം. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ, കൃഷ്ണനെ വന്ദിക്കുന്നു. ഭഗവാൻ കൃഷ്ണന് എന്തൊക്കെ വിശേഷണങ്ങളാണ് നൽകിയിട്ടുള്ളത്? വസുദേവസുതം, വസുദേവരുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ മാനുഷഭാവത്തെ പുൽകിയിരിക്കുന്നു ഭഗവാൻ. വസുദേവരുടെ പുത്രനായിട്ട് പിറന്നു. അങ്ങനെയുള്ള ഒരു വസുദേവർക്ക് പിറന്ന പുത്രനെ നമിക്കണമെന്നാണെങ്കിൽ ദേവം, ഭഗവാൻ ദേവനാണ്. ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശസ്വരൂപനാണ്. 15-ാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ ന തദ്ഭാസയത്തെ സൂര്യഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ എന്ന് സ്വന്തം ധാമത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ധാമം എന്ന് പറഞ്ഞാൽ എബോർഡ്, തൻ്റെ ശ്രീകോവിൽ ഏതാണ്? ന തദ്ഭാസയത്തെ സൂര്യഃ ന ശശാങ്കോ ന പാവകഃ, അതിനെ പ്രകാശിപ്പിക്കാൻ സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, അഗ്നിക്കാകട്ടെ ഒന്നും സാമർഥ്യമില്ല. അവിടെ ചെന്നു കഴിഞ്ഞാൽ തിരിച്ചു വരവുമില്ല. അങ്ങനെയുള്ള സകല പ്രകാശ ഘടകങ്ങൾക്കും, പ്രകാശം പരത്തുന്ന സകല ഘടകങ്ങൾക്കും പ്രകാശമായിട്ടുള്ള ജ്യോതിഷാമപി തജ്ജ്യോതിഹി, അങ്ങനെയുള്ള തത്വമാകുന്നു ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് ദേവ ശബ്ദം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം. എന്തിനാണ് ഭഗവാൻ അവതരിച്ചത് എന്നാണെങ്കിൽ ഭഗവാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാണ് അവതാരം, എന്തിനാണ് ഭഗവാൻ അവതരിച്ചത്? പറയണു പരിത്രാണായ സാധൂനാം, സാധുജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ വസ്തുതയൊക്കെ ഈ ശ്ലോകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ദേവകീ പരമാനന്ദം എന്ന പ്രയോഗം പരിത്രാണായ സാധൂനാം എന്ന അവതാരധർമ്മത്തോട് യോജിപ്പിക്കാം. ദേവകിക്ക് പരമാനന്ദം നൽകുന്നു. ദേവകി സജ്ജനങ്ങളുടെ, ധർമ്മിഷ്ഠന്മാരുടെ
പ്രതിനിധിയായിട്ട് ചിന്തിക്കാം. അപ്പോൾ സജ്ജനങ്ങളെയൊക്കെ രക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവത് അവതാര ദൗത്യം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അതുപോലെ തന്നെ ദുഷ്കൃതാം വിനാശായ, ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിനായിക്കൊണ്ട്. ആരാണ് ദുഷ്ടന്മാർ? കംസ ചാണൂരന്മാരെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഭഗവാൻ നിഗ്രഹിച്ചിട്ടുള്ള അധർമ്മികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഭഗവാൻ തന്നെ വന്നാലേ ഇത്രയൊക്കെ സാധിക്കുള്ളൂ എന്ന് നമുക്ക് ഉത്തമ ബോധ്യവും. അത്രയും വിപുലമായ ദുഷ്ടജന നിഗ്രഹത്തെ ഭഗവാൻ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പം കംസ ചാണൂരന്മാരെ മർദ്ദിച്ചു എന്ന നിലയിൽ വിനാശായ ച ദുഷ്കൃതാം. ഇത് മാത്രമല്ല അവതാര ദൗത്യം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനം, അതും അവതാര ദൗത്യമാണ്. ഭഗവാൻ എങ്ങനെയാണ് ധർമ്മ സംസ്ഥാപനത്തെ ചെയ്യുന്നത്? പറയണു ജഗദ്ഗുരും. ഭഗവാൻ ജഗത്തിൻ്റെ ഗുരുവായി. എങ്ങനെ ജഗത്തിൻ്റെ ഗുരുവായി ഭഗവാൻ പരിലസിക്കുന്നു എന്നാണെങ്കിൽ ഗീതോപദേശം കൊണ്ട്. എന്താ ഗീതോപദേശത്തിൻ്റെ പ്രത്യേകത? ഗീതോപദേശം ലോകോത്തര ദർശനമാണ്. എന്ന് പറഞ്ഞാൽ എക്കാലത്തും ഏത് ദേശത്തും പ്രസക്തമായിട്ടുള്ള ഉപദേശം. ഗീതോപദേശ കർത്താവാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ജഗദ്ഗുരുവാണ്. സാർവകാലികമായ സാർവലൗകികമായ ദർശനം പങ്കുവെച്ച ഭഗവാൻ ജഗദ്ഗുരുവാണ്. ഇപ്പം ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ സാർവകാലികമായ ദർശനത്തെ പുനഃസംസ്ഥാപനം ചെയ്തിട്ടുണ്ട്. ധർമ്മ സംസ്ഥാപനാർത്ഥായ. അക്കാര്യം ഭഗവാൻ തന്നെ വ്യക്തമാക്കുന്നും ഉണ്ട്. 4-ാം അധ്യായത്തിൽ അവതാര വിശേഷങ്ങളൊക്കെ വർണ്ണിക്കുന്നിടത്ത് വ്യക്തമായിട്ട് ഭഗവാൻ അത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ സജ്ജനങ്ങളെ രക്ഷിക്കുന്ന, ദുർജനങ്ങളെ ഹിംസിക്കുന്ന, ധർമ്മ രക്ഷയെ ചെയ്യുന്ന സാക്ഷാൽ ഭഗവാനെ ഇവിടെ മാനുഷാകാരം പൂണ്ടുവന്ന പ്രഭുവിനെ ഈ ശ്ലോകത്തിൽ വന്ദിച്ചിരിക്കുന്നു. ഭഗവത്ഗീത പഠനത്തിന് ആമുഖമായിട്ട് ഇങ്ങനൊരു നമസ്കാരം ചെയ്യുന്നത് വളരെ ഹൃദ്യമായിരിക്കില്ലേന്ന് ചോദിക്കുക. വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ അവതാര ദൗത്യങ്ങളെ മുഴുവൻ ധ്വനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്, ആകർഷണീയമാണ്, ആസ്വാദ്യകരമാണ്. ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈർരണനദീ കൈവർത്തക കേശവഃ ഭീഷ്മദ്രോണ തടാ. ഈ ശ്ലോകത്തിൽ പാണ്ഡവന്മാര് തരണം ചെയ്ത ഒരു പ്രത്യേക നദിയെ വർണ്ണിക്കുന്നു. ഏത് നദിയെയാണ് അവർ തരണം ചെയ്തത്? യുദ്ധനദിയെ തരണം ചെയ്തു. യുദ്ധനദി എന്ന് പറയുമ്പോൾ അതിന് 2 കരകളുണ്ടാവില്ലേ? ഉണ്ടാവും. എന്നാ കരകളെ കുറിച്ച് പറയൂന്നാണെങ്കിലോ ഭീഷ്മദ്രോണ തടാ. ഒരു കര ഭീഷ്മരാണ്, മറുകര ദ്രോണരാണ്. അപ്പോൾ ഭീഷ്മർ എന്ന കരയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണം വെള്ളത്തിലേക്ക്, എന്നിട്ട് മറുകരയെ പ്രാപിക്കണം, എന്നിട്ട് നടന്നു പോകണം. അപ്പോഴാണ് നദിയെ തരണം ചെയ്തു എന്ന് പറയുക.
അതൊക്കെ എളുപ്പമാണ് എന്നാണോ കരുതിയത് എന്ന് ചോദിക്കുക. ഒട്ടും എളുപ്പമല്ല. ഭീഷ്മര് വെച്ചാൽ ആരാ? ഭീഷ്മര് പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം പ്രപിതാമഹനാണ്. മാത്രവുമല്ല സർവവേദാന്ത ജ്ഞാനത്തിനും അധികാരിയാണ്. അങ്ങനെയുള്ള ഭീഷ്മര് വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ അറിയുന്ന, ആയോധന വിദ്യയിൽ അതിനിപുണനായിട്ടുള്ള ഭീഷ്മര്. അങ്ങനെയുള്ള ഭീഷ്മർക്ക് സ്വച്ഛന്ത മൃത്യു എന്നുള്ള വരവും കൂടിയുണ്ട്. അങ്ങനെയുള്ള ഭീഷ്മരെ എങ്ങനെ അതിക്രമിക്കാൻ സാധിക്കും? പ്രയാസമാണ്. ദ്രോണരാകട്ടെ ഇതേപോലെ തന്നെ ശാസ്ത്രപണ്ഡിതനാണ്, ആയോധന വിദ്യയിലും അദ്വിതീയനാണ്. അങ്ങനെയുള്ള ദ്രോണരെ എങ്ങനെ അതിക്രമിക്കാൻ സാധിക്കും? അത്യന്തം പ്രയാസം. ഇപ്പം ഈ കരയിൽ നിന്ന് ഇറങ്ങിയാലും ആ കര ചെന്ന് അതിക്രമിക്കുക എന്നുള്ളത് എളുപ്പമല്ല. ഭീഷ്മദ്രോണ തടാ ജയദ്രഥ ജല. ജയദ്രഥനാകുന്നു ജലം. എന്താ ജലത്തിൻ്റെ സവിശേഷത? ഭീഷ്മരും ദ്രോണരും വേണമെങ്കിൽ പാണ്ഡവ പക്ഷത്തോട് സ്വകാര്യമായി ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ട്. യുധിഷ്ഠിരരെ ചെന്ന് പ്രാർത്ഥിച്ച സമയത്ത് അജയ്യരായ തങ്ങളെ ജയിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സൗകര്യം ലഭിക്കും. ജയദ്രഥൻ്റെ കാര്യത്തിൽ ലഭിക്കുകയോ? ഒട്ടുമില്ല. അതുകൊണ്ട് ജലം തരണം ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രയാസമായിരിക്കും. ജയദ്രഥ ജല ഗാന്ധാര നീലോപല. ഇനിയിപ്പോൾ വെള്ളമല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്യാമെന്ന് കരുതിയാലും വൻപിച്ച പാറക്കെട്ടുകളുണ്ട് എന്ന് പറയുക. പാറക്കെട്ടായി പരിലസിക്കുന്നത് ഗാന്ധാരനാണ്. ഗാന്ധാരൻ എന്ന് പറഞ്ഞാൽ ശകുനി. അയ്യോ, ശകുനിയുടെ കുതന്ത്രങ്ങളാണ് വാസ്തവത്തിൽ ദുര്യോധനനെ വളരെ വഷളാക്കിയത്. ഓരോ സമയത്തും ഓരോ കുതന്ത്രവുമായി ആള് ഇറങ്ങുന്നവരെയും. അങ്ങനെയുള്ള കരിമ്പാറക്കെട്ടിൽ തട്ടിയാൽ തോണിയോ അല്ലെങ്കിൽ വള്ളമോ ഒക്കെ തകർന്നു പോവുകയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുക. ഗാന്ധാര നീലോപല. പിന്നെയോ ശല്യഗ്രാഹവതി. മുതല വളരെ അപകടം പിടിച്ച ഒരു ജീവിയാണ്. അതിന് ഏത് ഭാഗം കൊണ്ടും നമ്മളെ ആക്രമിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇതുപോലെയാണ് ശല്യരെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശല്യഗ്രാഹവതി, ശല്യരാകുന്ന മുതല. പിന്നെയോ കൃപേണ വഹനി. നല്ല ഒഴുക്കുണ്ട് എന്ന് പറയുക. സൂക്ഷിക്കണം, നല്ല ഒഴുക്കുണ്ട് എന്നൊക്കെ പറയില്ലേ. കൃപരാണ് ഒഴുക്കിൻ്റെ സ്ഥാനത്ത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ പാണ്ഡവ പക്ഷത്തിന് ആരോടൊക്കെയാണ് എതിർത്ത് മുന്നേറേണ്ടത് അവരെയൊക്കെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. പക്ഷെ ഒരു നദിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. രണനദി, യുദ്ധനദി. ആ നദിയിലെ കുത്തൊഴുക്കായിട്ട് ശല്യരുണ്ട്, കൃപരുണ്ട്. കൃപേണ വഹനി, കൃപരാകുന്ന കുത്തൊഴുക്ക്. കർണേന വേലാകുല. ഇടയ്ക്കിടയ്ക്ക് ഓളം ഉണ്ടാവുമെന്ന് പറയുക. ആകെ ആർത്ത് തിമർക്കും പ്രകാരം ഓളങ്ങൾ ഉണ്ടാവും. വേലിയേറ്റം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ. അതെങ്ങനെയാ? അതാരാണെന്നാണെങ്കിലോ കർണനാണ് എന്ന് പറയുക. കർണേന വേലാകുല. വലിയ വലിയ ഓളങ്ങൾ ഉണ്ടാവും കർണൻ. പിന്നെയോ അശ്വത്ഥാമ വികർണ ഘോരമകരാ. അശ്വത്ഥനും അശ്വത്ഥാമാവും അവികർണനും. ഇങ്ങനെ രണ്ട് മകരമത്സ്യങ്ങൾ, സ്രാവുകൾ. വലിയ ദ്രോഹമാണ് അവരെ കൊണ്ടെന്ന് പറയുക. അശ്വത്ഥാമാവിൻ്റെ ദ്രോഹമൊക്കെ നമ്മൾ യുദ്ധാന്ത്യത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ. ആ ദ്രോഹികളായിട്ടുള്ള മത്സ്യങ്ങൾ. ദുര്യോധനാവർത്തിനി. കർണൻ ഇങ്ങനെ പൊങ്ങി വരുമെങ്കിൽ, ഓളമായിട്ട് അടിക്കുമെങ്കിൽ ദുര്യോധനൻ ചുഴിയായിട്ട് വലിച്ച് താഴത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറയുക.
ദുര്യോധനാകുന്ന ചുഴി. സ ഉത്തീർണ, ആ നദിയെ, നദി സ്ത്രീലിംഗമാണ്, അപ്പം ആ യുദ്ധനദിയായവളെ ഈ പാണ്ഡവന്മാർ തരണം ചെയ്തു. സ ഉത്തീർണ ഖലു പാണ്ഡവൈ, പാണ്ഡവന്മാരാൽ തരണം ചെയ്യപ്പെട്ടു. പാണ്ഡവന്മാർ തരണം ചെയ്തു എന്ന കർത്തരി പ്രയോഗമല്ല, പാണ്ഡവന്മാരാൽ തരണം ചെയ്യപ്പെട്ടു എന്ന കർമ്മണി പ്രയോഗമാണ്. ഈ കർമ്മണി പ്രയോഗം കൊണ്ട് ഏതോ ഒരു ആശ്രയത്വത്തെ ധ്വനിപ്പിക്കുന്നുണ്ട്. ഈ പാണ്ഡവന്മാർക്ക് ഇത്രയും ഭീഷണമായ രണനദിയെ, യുദ്ധനദിയെ തരണം ചെയ്യുന്നതിന് സഹായകമായവൻ ആര്? കൈവർത്തക കേശവ, സാക്ഷാൽ കേശവനാകുന്നു. കേശവനാണ് കടത്തുകാരനെ പോലെ ഇവരെയൊക്കെ സഹായിച്ച് മറുകര എത്തിച്ചത് എന്ന് പറയും. കേശവൻ, കേശി എന്ന അസുരനെ ഹനിച്ച് ഗോകുലത്തിന് രക്ഷ നൽകിയ പ്രഭു ഇവിടെ ഈ പറഞ്ഞ മഹാധീരവീര യോദ്ധാക്കളെ മുഴുവൻ ജയിക്കാൻ പാണ്ഡവന്മാരെ സഹായിച്ചു എന്ന് പറയും. കൈവർത്തക കേശവ. നമുക്കും ഇതുപോലെ നമ്മുടെ ജീവിതമാകുന്ന സങ്കീർണമായ നദിയെ തരണം ചെയ്ത് മോക്ഷതീരം പ്രാപിക്കാൻ കേശവനെ തന്നെ ആശ്രയിക്കാൻ സാധിക്കട്ടെ. അഥവാ മോക്ഷതീരപ്രാപ്തിക്ക് കേശവനെ ആശ്രയിച്ചാൽ മതി. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. മറ്റൊരു ചിത്രവും പ്രാർത്ഥനയും. എന്താ ചിത്രം? ഒരു താമരയുടെ ചിത്രമായാലോ? എല്ലാവർക്കും താമര ഇഷ്ടമല്ലേ? താമര ഭഗവാന് വളരെ പ്രിയങ്കരമായ ഒരു പുഷ്പമാണ്. ഗജേന്ദ്രമോക്ഷത്തിൽ ഗജേന്ദ്രൻ ഒരു താമര സമർപ്പിച്ചു എന്നാണ്. താമര തരുന്ന വലിയ സന്ദേശമുണ്ട് ജീവിതത്തിൽ. നമുക്ക് താമര തരുന്ന സന്ദേശമുണ്ട്. എന്താ താമര തരുന്ന സന്ദേശം? ചളിയിലാണ് വളരുന്നത്. പരിസരത്തെ കുറിച്ച് പരിതപിക്കാതെ ശപിക്കാതെ തന്നിലെ സാധ്യതയെ മുഴുവൻ സൂര്യന് മുന്നിൽ സമർപ്പിക്കാൻ സദാ ഉദ്യുക്തമായ ഒരു പുഷ്പം. അതുകൊണ്ട് താമരാധ്യാനം നല്ലതാണെന്ന് പറയും. ഒരു താമരയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മഹാഭാരതത്തിൻ്റെ ചില മഹിമ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ആ മഹാഭാരതം നമുക്കേവർക്കും, മഹാഭാരത പത്മം, മഹാഭാരത പങ്കജം നമുക്കേവർക്കും ശ്രേയസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. പാരാശര്യവചഃ, പരാശരപുത്രനായ പാരാശര്യൻ, സാക്ഷാൽ കൃഷ്ണദ്വൈപായനൻ, വേദവ്യാസരുടെ വചസ്സാകുന്ന താമര.
മഹാഭാരതത്തെക്കുറിച്ച് അങ്ങനെ പറയാം. വേദവ്യാസരുടെ വചസ്സാകുന്ന താമരയാണ്. സങ്കീർണമായ സംസാരത്തിൻ്റെ സകല പങ്കങ്ങളിൽ നിന്നും ഭഗവാൻ വേദവ്യാസര് തൻ്റെ വചോ സാമർഥ്യം കൊണ്ട് ഭാരത പങ്കജത്തെ വിരിയിച്ചിരിക്കുന്നു. പാരാശര്യവചഃ സരോജം അമലം. അതിൽ ഈ സംസാര സങ്കീർണതകളൊക്കെ ദൂരീകരിക്കാനുള്ള ഉപാധി എന്നുള്ള നിലയിൽ അമലമാണ് എന്ന് പുകഴ്ത്താം. ഈ ഒരു താമര അമലമാണ്. എന്തുകൊണ്ട്? വിമലീകരണ ശേഷിയുണ്ട്. നമ്മുടെയൊക്കെ അശുദ്ധികളെ നീക്കിക്കളയാനുള്ള കഴിവുണ്ട്. ആ നിലയ്ക്ക് പാരാശര്യവച സരോജമമലം. ഇതിൽ ഉത്കടമായ അത്യധികമായ സുഗന്ധമുണ്ട്. ആ സുഗന്ധം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാകുന്നു. മഹാഭാരതത്തിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് 1.25 ലക്ഷത്തോളം ശ്ലോകമുണ്ട്. ഭഗവത്ഗീതയിലാകട്ടെ ആകെ 700 ശ്ലോകം, ചില പാഠങ്ങളിൽ 701 ശ്ലോകം. അത്ര ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പം ഈ ഭഗവത്ഗീത പക്ഷേ മഹാഭാരതമെന്ന വിസ്തൃതമായ പങ്കജത്തിൻ്റെ അത്യുത്കടമായ സുഗന്ധമാവും. ഇപ്പം മഹാഭാരതത്തിൻ്റെ സുഗന്ധമാണ് ഭഗവത്ഗീത. മഹാഭാരതം വിസ്തരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമോ മേധാശക്തിയോ ശേഷിയോ ഒന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട എന്ന് പറയുക. പിന്നെയോ അതിലെ സുഗന്ധം, മഹാഭാരത സുഗന്ധമായി ഭഗവത്ഗീതയുണ്ട്. ഗീതാർത്ഥഗന്ധോത്കടം. ഗീതാസാരമാണ് അതിൻ്റെ സുഗന്ധം. നാനാഖ്യാനകേസരം. വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ മധ്യഭാഗത്ത് കേസരം കാണില്ലേ? ആ കേസരമാണെങ്കിലോ പല ആഖ്യാനങ്ങളാണ്. എത്രയെത്ര കഥകളാണ് മഹാഭാരതത്തിൽ. പറഞ്ഞാലും തീരാത്തത്ര കഥകൾ. അത്രയും കഥകളുണ്ട്. ഈ കഥകൾക്കൊക്കെ പക്ഷേ ഏതെങ്കിലും പ്രകാരത്തിൽ ഹരിയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. കഥകളുടെ മറ്റൊരു പ്രത്യേകത, ഈ കഥയൊക്കെ ആരെങ്കിലുമൊക്കെ ആരോടെങ്കിലും ചോദിച്ചതും പറയുന്ന മറുപടിയുമായിരിക്കും. ആ നിലയിൽ സംവാദ രൂപത്തിലാണ് കഥകളൊക്കെ. യുധിഷ്ഠിരൻ എന്തെങ്കിലും കാര്യം ചോദിക്കുന്ന സമയത്ത് ഭീഷ്മര് ഒരു കഥ പറയും. അപ്പം അങ്ങനെ ഒരു കഥ അവിടെ ലഭ്യമായി. ഈ പ്രകാരം സന്ദർഭാനുസരണം പലരും പല പ്രകാരത്തിൽ സംശയങ്ങളൊക്കെ ചോദിച്ചതിന് മറുപക്ഷത്തുള്ളവരൊക്കെ യോഗ്യന്മാരും ജ്ഞാനികളും ഒക്കെ പല കഥകളും പറഞ്ഞിട്ടുണ്ട്. ഈ കഥകൾക്കൊക്കെ ഹരിയുമായി എന്തെങ്കിലും സംബന്ധം ഉണ്ടാവും. ആ നിലയ്ക്ക് ഹരികഥകളാണ് എന്ന് പറയാം. ഇങ്ങനെ അനവധിയായിട്ടുള്ള ഹരികഥകളാകുന്ന കേസരങ്ങൾ സംബോധനാബോധിതം. ചോദ്യം ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയപ്പെട്ടതാണ്. സംവാദ രൂപത്തിലാണ്, സംഭാഷണ രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ലോകേ, ലോകത്തിൽ സജ്ജന ഷഡ്പദൈഹി, സജ്ജന ഷഡ്പദങ്ങളാൽ, സജ്ജനങ്ങളെ ഷഡ്പദങ്ങളോട് ഉപമിച്ചിരിക്കുന്നു. സജ്ജനങ്ങൾ ഷഡ്പദങ്ങളാകുന്നു. എന്താ ഷഡ്പദം വെച്ചാൽ 6 കാല്, 6 കാലുള്ളവൻ ഷഡ്പദം, ഷഡ്പതി. 6 കാല് എന്നൊക്കെ പറഞ്ഞാൽ 2 അല്ലേ ഉള്ളൂ. ഇനി ചിലരൊക്കെ 4 കാലിലൊക്കെ നടക്കാറുണ്ട് എന്ന് പറയുക. അത് എന്തെങ്കിലുമൊക്കെ അകത്ത് ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാല് വർദ്ധിപ്പിക്കൽ ആണോ ഇവിടെ ഉദ്ദേശിച്ചതല്ല എന്ന് പറയും. പിന്നെയോ ശമം ദമം ഉപരമം തിതിക്ഷ ശ്രദ്ധ സമാധാനം
ഇത്യാദി 6 ഗുണങ്ങൾ. ചിറക് വേണ്ടേന്നാണെങ്കിലോ വൈരാഗ്യത്തിൻ്റെ ചിറക്. തേന് കുടിക്കാനുള്ള സംവിധാനം വേണ്ടേന്നാണെങ്കിലോ വിവേകത്തിൻ്റെതായിട്ടുള്ള സംവിധാനം. ഇപ്പം വിവേക വൈരാഗ്യ ശമദമാദി സമ്പന്നന്മാരാണ് ഷഡ്പദികൾ, സജ്ജനങ്ങൾ. ആ സജ്ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ മഹാഭാരതമാകുന്ന താമരയിൽ നിന്ന് തേൻ നുകർന്നുകൊണ്ടേയിരിക്കുന്നു. ഗീതാ സുഗന്ധം, അതിനാൽ ആകൃഷ്ടരായിട്ടാണ് അവർ വരിക. അങ്ങനെ വന്നിട്ട് തേന് നുകരുന്നു. ലോകേ സജ്ജന ഷഡ്പദൈഹി അഹരഹ, രാപ്പകൽ എന്ന് പറഞ്ഞാൽ പ്രതിദിനം, എല്ലാ ദിവസവും. പേപീയമാനം മുദാ, സന്തോഷത്തോടുകൂടി പാനം ചെയ്യുന്നു. ഈ പാനം ചെയ്യുന്നതിനെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു അനുസ്മരണമുണ്ട്. അതും ഒരു താമരയിൽ നിന്ന് തേൻ കുടിക്കുന്നതിനെക്കുറിച്ചാണ് ധ്വനിപ്പിക്കുന്നത്. കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുകൃതി. അജ്ഞാനികൾക്കുണ്ടാവുന്ന, മന്ദബുദ്ധികൾക്കുണ്ടാവുന്ന, സംസാരികൾക്കുണ്ടാവുന്ന അറിവിൻ്റെ ദോഷങ്ങളൊന്നും ജ്ഞാനിയെ, സുകൃതിയെ ബാധിക്കുന്നില്ല. പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം അദ്ദേഹത്തിന് മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരയാണ്. ഈ താമരയിൽ നിന്ന് അനുസ്യൂതം, നിരന്തരം എല്ലാ അനുഭവങ്ങളിൽ നിന്നും അദ്വൈത അമൃതത്തെ തന്നെ സ്വീകരിക്കുന്നു. അനുബന്ധമായിട്ട് ആലോചിക്കാം. ലോകേ സജ്ജന ഷഡ്പദൈഹി അഹരഹ പേപീയമാനം മുദാ ഭൂയാത്, സംഭവിക്കട്ടെ ഭാരത പങ്കജം, മഹാഭാരതമാകുന്ന താമര, കലിമല പ്രധ്വംസിന, കലിമല പ്രധ്വംസിയാണ് ഈ താമര. എല്ലാ കലിദോഷങ്ങളെയും അകറ്റും. അങ്ങനെയുള്ള ഈ താമര നഹാശ്രേയസേ ഭൂയാത്, നമുക്കെല്ലാവർക്കും ശ്രേയസ് പ്രദാനം ചെയ്യുന്നതായി ഭവിക്കട്ടെ എന്ന് ഗംഭീരമായ ഒരു പ്രാർത്ഥന മഹാഭാരതത്തെ സംബന്ധിച്ച് ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെ ഉദ്ഘോഷിക്കുമാറ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ തോന്നുന്നത്, മഹാഭാരത ചർച്ചകളും രാമായണ ചർച്ചകളും നമ്മുടെ ഗൃഹങ്ങളിൽ നിന്നൊക്കെ ക്രമേണ അകന്നു പോകുന്നു. ഇത്തരത്തിൽ അകന്നു പോകുന്നതിന് ചില വികലമായ നിർദ്ദേശങ്ങൾ, സന്ദേശങ്ങൾ കാരണമാവുന്നുണ്ട്. പല വീടുകളിലും പഴയ കാലത്ത് പ്രതിദിനം രാമായണം വായിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കൂടി കർക്കിടക മാസത്തിലെ ഒരു ഏർപ്പാടാക്കി ചുരുക്കി. മഹാഭാരതത്തിൻ്റെ കാര്യത്തിൽ മഹാഭാരതവും വീടുകളിൽ വായിക്കുമായിരുന്നു, ചർച്ച ചെയ്യുമായിരുന്നു. മഹാഭാരതത്തിൻ്റെ കാര്യത്തിൽ അയ്യോ അരുതേ. എന്താ കാരണം? കലഹം ഉണ്ടാവും. മഹാഭാരതം വീട്ടിൽ വായിച്ചാൽ കലഹം ഉറപ്പാണ്. അങ്ങനെ ഒരു വഴിക്കാക്കി എന്ന് പറയും. ഇതൊക്കെ ധാർമ്മിക ചര്യയിൽ, ധാർമ്മിക പാതയിൽ ചരിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കരുത്ത്. സമാജത്തിൻ്റെ ഇത്തരം കരുത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ ഉത്സാഹിച്ച് പ്രചരിപ്പിക്കുന്ന തെറ്റായ സന്ദേശങ്ങളല്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു വീട്ടിൽ ഏതാനും കൂട്ടർ കയറി ചെന്ന് പറഞ്ഞു, വിളക്ക് കത്തിക്കുന്നത് മഹാദോഷമാണ്, അതുകൊണ്ട് നിങ്ങൾ വിളക്ക് കമിഴ്ത്തി വെച്ച് അതിൻ്റെ ആ ഒരു
ഇങ്ങനെ കൂർത്തു നിൽക്കുന്ന ഭാഗമില്ലേ, അത് മണ്ണിനടിയിലാക്കി വെക്കണം, എന്നാലേ അത് ചെയ്ത ദോഷം പരിഹൃതമാവുള്ളൂ. ഇത് വിശ്വസിക്കുന്ന വീട്ടുകാരും. എവിടെയായി ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്? ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഗോപാലനെ അനുസ്മരിച്ച് ധർമ്മപാലകനും രക്ഷിതാവുമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ അനുസ്മരിച്ച് അഥവാ പരമേശ്വരനെ അനുസ്മരിച്ച് നമുക്ക് വേദാർത്ഥ പ്രകാശനത്തിന് വേണ്ടി വിരചിതമായിട്ടുള്ള രാമായണവും മഹാഭാരതവും ഒക്കെ നൽകുന്ന ധാർമ്മിക പാഠങ്ങളും അതുപോലെ വേദാന്ത രഹസ്യവുമൊക്കെ വ്യാപകമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്സാഹിക്കാം എന്ന് പറയും. അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോവരുത്. രാമായണം പ്രതിദിനം വായിക്കുന്നത് നല്ല ശീലമാണ്. വായിക്കുന്തോറും ആഴമുള്ള അർത്ഥങ്ങളും അതുപോലെ തന്നെ പ്രായോഗിക നിർദ്ദേശങ്ങളും അതിൽ നിന്ന് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കും. അതിനുവേണ്ടി ഉത്സാഹിക്കാം. ഇതുപോലെ തന്നെ മഹാഭാരത വിഷയകമായ ചർച്ചകളും വ്യാപകമാവേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അത്രയും വിസ്തരിച്ച് മഹാഭാരതം സാധിക്കില്ല എന്ന് വരുമ്പോൾ ഭഗവത്ഗീതയിലേക്ക് ശ്രദ്ധിക്കൂ. ഇപ്പം ഗീതാപാഠം ദിവസവും. മഹാഭാരതത്തിലാവുമ്പോൾ 100,000 കഥകളുള്ളതുകൊണ്ട് മനസ്സിന് രമിക്കാൻ നല്ല സൗകര്യമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധേയമാവുന്നു. എന്താ പ്രാർത്ഥന? ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. കലിമലത്തെ മുഴുവൻ നശിപ്പിക്കുന്ന മഹാഭാരതം നമ്മുടെ ശ്രേയസ്സിനായിട്ട് ഭവിക്കട്ടെ. ഈ പ്രാർത്ഥന. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. മൂകം കരോതി വാചാലം. മൂക്കനെ വാചാലനാക്കുന്നു. ഈ ഒരു പ്രയോഗത്തിലെ ഒരു ശ്രദ്ധേയമായ കാര്യം തിരിച്ചും ഈ പ്രയോഗം വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. വാചാലം മൂക്കം കരോതി ച. വാചാലനെ മൂകനുമാക്കും. അങ്ങനെയുള്ള കൃപ അത് ആരുടെ കൃപയാണോ? യത് കൃപ. ആർക്കാണോ ഈ ഒരു സവിശേഷ സാമർഥ്യമുള്ളത്? ഏത് സവിശേഷ സാമർഥ്യം? വളരെ വാചാലമായി ബ്ലാ 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 എന്ന് സംസാരിക്കുന്നവരെ ഈ കൃപ പെട്ടെന്ന് മൗനിയാക്കി കളയുന്നവരെ. ലൗകിക വിഷയങ്ങൾ സംസാരിച്ച് ആകെ ബഹളം സൃഷ്ടിക്കുന്നവരെ ഈ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമായിട്ട് എന്ത് സംഭവിക്കും? പെട്ടെന്ന് പിന്നെ അതൊന്നും പറയാനില്ല, ആ പറയണേലൊന്നും കാര്യമില്ല, മൗനിയാക്കി കളയും. മൂക്കം വാചാലം കരോതി മൂക്കം. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുള്ള ശേഷിയൊന്നുമില്ല. അങ്ങനെ ശേഷിയില്ലാത്തവരെ ഈ ഭഗവത് കൃപ ചിലപ്പോൾ തത്വജ്ഞാന പ്രചാരണത്തിന് ഉപാധിയാക്കും. അങ്ങനെ വരുമ്പോൾ അവരിലൂടെ ഈ കൃപ സംസാരിക്കുന്നവരെയും. മൂക്കം കരോതി വാചാലം. ഇങ്ങനെ ലളിതമായ ഒരർത്ഥം. ഇനിയോ, ജനിക്കുമ്പോഴേ സംസാരശേഷിയില്ലാത്ത ഒരാൾക്ക് ഈ കൃപ കൊണ്ട് ചിലപ്പോൾ സംസാരശേഷി കിട്ടിയെന്നിരിക്കും. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നവരെയും. അപ്പോഴൊക്കെ
യത് കൃപാതമഹം വന്ദേ എന്ന് സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ ശ്രീമദ് ഭാഗവതത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അച്ഛനമ്മമാർ മക്കളെ രക്ഷിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തോണി ആളുകളെ മറുകര എത്തിക്കുന്നു എന്ന് പറയുന്നു. ഭിഷഗ്വരന്മാർ, ഡോക്ടർമാർ, വൈദ്യർ രോഗികളെ ചികിത്സിച്ച് ഭേദാക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ വെറും അവകാശവാദങ്ങളാണ് പ്രഭു. അവിടുന്ന് അനുവദിച്ചിട്ടില്ലെങ്കിൽ, അവിടുന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ, അവിടുന്ന് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോണില്ല. ഈശ്വരനെ സംബന്ധിച്ച് എല്ലാ സങ്കീർണമായ പ്രപഞ്ച വ്യവസ്ഥകൾക്കും പിറകിലുള്ള സംവിധായകൻ എന്ന് കാണണം എന്നാണ് സാരം. അന്നിലയിൽ മൂകം കരോതി വാചാലം, മൂക്കനെ വാചാലനാക്കുന്ന, വാചാലിനെ മൂക്കനാക്കുന്ന കൃപയെ നമുക്ക് വന്ദിക്കാം. യത് കൃപാത്തമഹം വന്ദേ. പിന്നെയോ പങ്കും, മുടന്തനെ, ഗിരിം ലംഘയത്തെ, ഗിരിയെ ലംഘിക്കാൻ സമർത്ഥനാക്കുന്നു. ഗിരിയെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികാർത്ഥത്തിൽ പർവ്വതത്തിൽ കയറ്റാൻ. ഇപ്പം നമ്മൾ പലരുടെയും കാര്യത്തിൽ കണ്ടിട്ടുണ്ടാവും, 2 കാലുകളും ഇല്ല, എന്നിട്ടും എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തി എന്നൊക്കെ. ഏതൊരു കൃപയാണ് അവരെയൊക്കെ അവരിലെ ഇച്ഛാശക്തിയായി, ജ്ഞാനശക്തിയായി, ക്രിയാശക്തിയായി അനുഗ്രഹം ചൊരിഞ്ഞ് അവരെ അവിടെ എത്തിച്ചത് എന്ന് ചോദിക്കുക. തമഹം വന്ദേ. നമുക്കിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രാർത്ഥിക്കാനുള്ളത്. പക്ഷെ ഭഗവാന്റെ വൈഭവത്തെ അറിഞ്ഞ് പ്രാർത്ഥിച്ച് നമസ്കരിക്കണം. ഇതൊക്കെയാണ് ഭഗവാന്റെ ഏരിയ എന്ന് പറയുക. തൻ്റെ പ്രഭാവം പ്രകടിതമാക്കിയിട്ടുള്ള പല രംഗങ്ങളിൽ ചിലത് ഇതാണ്. ഇതനുസ്മരിക്കൂ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ആ കൃപ മാധവന്റെ കൃപയാകുന്നു. മാധവൻ എന്ന് പറഞ്ഞാൽ മായയുടെ ധവൻ, മായായാഹ ധവൻ, മായയുടെ പതിയാണ് മാധവൻ. ആ മാധവന്റെ പ്രകൃതം എന്താണ്? സ്വരൂപം എന്താണ്? മായയ്ക്ക് അധീശനായ പരമപുരുഷന്റെ പ്രകൃതം പരമാനന്ദമാണ്. അങ്ങനെയുള്ള പരമാനന്ദ സ്വരൂപിയെ അഹം വന്ദേ, ഞാൻ നമസ്കരിക്കുന്നു. പരമാനന്ദമാധവം. ഉപനിഷത്തിലൊരു പ്രയോഗമുണ്ട് ഈ തത്വം അറിഞ്ഞവനെ കുറിച്ച്. ഭവത്തെ നാതിവാദി. ഈ തത്വം അറിഞ്ഞ ആൾ പിന്നെ അതിവാദി ആവില്ല എന്ന് പറയുക. പിന്നെ വലിയ ബഹളത്തിനൊന്നും പോവില്ല, മൗനമാണ്. രാമകൃഷ്ണ പരമഹംസർ ഒരു ദൃഷ്ടാന്തം അവതരിപ്പിച്ചിരിക്കുന്നു. ഈ തേനീച്ചകൾ പുഷ്പത്തിൻ്റെ സമീപത്തെത്തുമ്പോഴൊക്കെ വലിയ ബഹളം വയ്ക്കും. ആ ഒരു ബഹളം നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് അമർന്നിരുന്ന് തേൻ കുടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒച്ചയൊന്നുമില്ല. ഭവത്തെ നാതിവാദി. ഇതുപോലെ വാചാലന്മാരെയൊക്കെ മൗനികളാക്കും. ഇനി ഇങ്ങനെ ഒരു മൗന അനുഗ്രഹം സംഭവിച്ചവർ സംസാരിക്കുന്നത് ഒരു മൗനാനുഭവം തന്നെയായിരിക്കും പറയും. മനസ്സിലായില്ലേ? മൗനത്തിൽ നിന്ന് സംസാരിക്കുന്നവരുടെ സംസാരം മൗനത്തെ ഭഞ്ജിക്കില്ല. എന്ന് പറഞ്ഞാൽ വലിയൊരു മൗനം നമ്മിലേക്ക് പെയ്തിറങ്ങും. അങ്ങനെയൊക്കെ ചിന്തിക്കാം. വലിയൊരു മൗനം നമ്മിലേക്ക് പെയ്തിറങ്ങുന്നു. മൗനത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രകടമാവുന്ന വാക്കുകളാൽ. അത്തരം വാക്യങ്ങൾ മൗനത്തെ ഭഞ്ജിക്കുന്നില്ല എന്ന് പറയും. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ
സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ആ ദേവനായിക്കൊണ്ട് നമസ്കാരം, പ്രകാശസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. ചില വിശേഷണങ്ങൾ. എന്താ ദേവന്റെ വിശേഷണം? യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈഃ സ്തവൈഃ. ദിവ്യങ്ങളായ സ്തവങ്ങളാൽ, സ്തവം എന്ന് പറഞ്ഞാൽ സ്തുതിഗീതങ്ങൾ, ദിവ്യങ്ങളായിട്ടുള്ള സ്തവങ്ങളെ കൊണ്ട് ബ്രഹ്മാവ് തൊട്ട് ദേവന്മാരിൽ അതിശ്രേഷ്ഠ പദവി അലങ്കരിക്കുന്ന ബ്രഹ്മാവ് മുതൽ, ബ്രഹ്മാവ്, വരുണൻ, രുദ്രൻ, ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, മരുത്തുക്കൾ, രുദ്രൻ, ഇവരൊക്കെ. യം ബ്രഹ്മ, വരുണൻ എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ അധിദേവത, ഇന്ദ്രൻ സകല പ്രകൃതി പ്രതിഭാസങ്ങളുടെയും അധിദേവതയായിട്ട് നമ്മൾ എണ്ണാറുണ്ട്, രുദ്രനും പരമശിവന്റെ ഒരു പ്രത്യേക പ്രകടനമാണ്. മരുത്തുക്കൾ ദേവ അംശജരായിട്ട് പരികൽപ്പിക്കപ്പെടുന്നു. ഇവരൊക്കെ സാക്ഷാൽ പരമപുരുഷനെ ദിവ്യങ്ങളായ സ്തവങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നുണ്ട് എന്ന് പറയും. ദിവ്യൈ സ്തവൈഹി. പ്രായോഗികമായിട്ട് നമുക്ക് ഇവരുടെ സ്തുതിയെ ശ്രദ്ധിക്കാം. എങ്ങനെയാ പ്രായോഗികമായിട്ട് ഇവരുടെ സ്തുതിയെ ശ്രദ്ധിക്കുക? അഥവാ എന്തിനു ശ്രദ്ധിക്കണം? എന്തിനു ശ്രദ്ധിക്കണം എന്നുള്ള ചോദ്യത്തിന് സ്തുതിക്കുന്നവരുടെ ആ ഒരു ഭാവാവസ്ഥയുമായി നാം നമ്മെ ഇണക്കി നിർത്തിയാൽ ആ സ്തുതിയുടെ ഗുണം നമുക്കും ഉണ്ടാവും. അങ്ങനെ ഒരു ചിന്ത സമ്മതമാവുമെന്ന് വിചാരിക്കട്ടെ. ഒരു മുറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരേ ശ്രുതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കുറേ വീണകളെ സങ്കല്പിക്കുക. ആ വീണയിൽ ഒന്നിൽ നമ്മൾ ഒരു നാദം പുറപ്പെടുവിപ്പിച്ചാൽ എല്ലാ വീണകളും അനുസ്പന്ദനത്തെ ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്. അപ്പം ആ ഒരേ ശ്രുതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള വാദ്യോപകരണങ്ങളിൽ ഒന്നിനെ ശബ്ദിപ്പിച്ചാൽ ബാക്കിയെല്ലാം അതേ ശബ്ദം മുഴക്കും. ഇതുപോലെയാണ് ദേവന്മാരൊക്കെ സ്തുതിക്കുന്നു. ആ സ്തുതിയോട് നമ്മൾ നമ്മളെ ഇഴചേർത്ത് വെച്ചാൽ, ശ്രുതി ഒപ്പിച്ചു വെച്ചാൽ നമുക്കും അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പം ഇവിടെ ബ്രഹ്മാവ് സ്തുതിക്കുന്നു എന്നുള്ളത് നമുക്ക് അപ്രാപ്യമായ സ്തുതിയാണെന്നിരിക്കട്ടെ. വരുണൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതൊക്കെ പരിഗണിക്കാം. അപ്പം മഴയുടെ ആ ഒരു പെയ്യലിലൂടെ ഭഗവാൻ സ്തുതിക്കപ്പെടുന്നു എന്നുള്ള ശ്രദ്ധയിൽ നമ്മൾ ഏകാഗ്ര ചിത്തരായിട്ടിരുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് അനുഭവപ്പെടും. മനസ്സിലായില്ലേ? അങ്ങനെ ശ്രുതി ചേർക്കാം എന്ന് പറയുക. ടാഗോറിൻ്റെ ഒരു പ്രസിദ്ധമായ ഈരടി ഉണ്ട്. മുകിൽ മുരളുമ്പോൾ മുഴങ്ങുന്നു നിൻ മുരളീഗാനമെന്തകൃത്രിമ സംഗീതം. മുകിൽ മുരളുമ്പോൾ, മുകിലിൻ്റെ മുരളൽ എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല ഭയത്തിൻ്റെ പരിസരത്തിൽ നിന്ന് നോക്കുമ്പോൾ. പ്രപഞ്ചനാഥ എന്ന നിലയിൽ പ്രപഞ്ച സംവിധാനങ്ങളുടെ മുഴുവൻ പിറകിലെ പ്രഭുവിനെ ആദരവോടെ ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുകിൽ മുരളുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഇടിയെടുക്കുമ്പോൾ മുഴങ്ങുന്നു നിൻ മുരളീഗാനം എന്തകൃത്രിമ സംഗീതം. അത് വലിയൊരു സംഗീതമല്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ ഇഴ ചേർത്ത് വെച്ച് നമുക്ക് സ്വസ്ഥരാവാൻ സാധിക്കും. ഈ നിലയിൽ പ്രകൃതിയുടെ എല്ലാ പ്രതിഭാസങ്ങളിലും പ്രസരിക്കുന്ന ഒരു പ്രാർത്ഥനയും ധ്യാനവും സ്തുതിയും ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറയും.
യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. സാമഗാഃ യം ഗായന്തി. സാമകന്മാര് ആരെ സ്തുതിക്കുന്നുവോ? എങ്ങനെയാ സാമകന്മാര് സ്തുതിക്കുന്നത്? വേദൈഹി, വേദങ്ങളാൽ. സാംഗപദ ക്രമോപനിഷദൈഹി, വേദങ്ങളുടെ ഒപ്പം ശിക്ഷാ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം, നിരുക്തം ഇത്യാദി വേദാംഗങ്ങളെ കൊണ്ടും സ്തുതിക്കുന്നു. ആര്? സാമകന്മാര്. വേദൈഹി സാംഗപദ. അതുപോലെ തന്നെ പദം, സാംഗം എന്നുള്ളത് വേദാംഗങ്ങളെ ഉദ്ദേശിച്ച്, പദം എന്നതുകൊണ്ട് വേദങ്ങളിൽ തന്നെ സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും ഉപനിഷത്തൊക്കെ ഉണ്ട്. ഈ ഭാഗങ്ങളെ കൊണ്ടും സാമകന്മാർ അങ്ങേ സ്തുതിക്കുന്നു പ്രഭു. വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ. യം ഗായന്തി, ആരെ സ്തുതിക്കുന്നുവോ? ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ. യോഗിനഃ യം പശ്യന്തി. യോഗികൾ ആരെ കാണുന്നുവോ? യോഗികൾ ആരെ കാണുന്നു? ഭഗവാനെ കാണുന്നു. എങ്ങനെ കാണുന്നു? ധ്യാനാവസ്ഥിത, ഇൻ എ മെഡിറ്റേറ്റീവ് മൂഡ്. ധ്യാനാവസ്ഥിതമാവുക എന്ന് പറഞ്ഞാൽ ബാഹ്യ ചിന്താ കാലുഷ്യങ്ങളൊക്കെ അകന്ന് ഏകസാരമായ തത്വത്തിൽ ചിത്തം ഉറച്ചിരിക്കുന്ന അവസ്ഥ. ധ്യാനാവസ്ഥിത. അങ്ങനെ ഏകസാരത്തിൽ ചിത്തത്തെ ഉറപ്പിച്ചു നിർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? അതിലങ്ങോട്ട് അലിഞ്ഞു ചേരുന്നു. തദ്ഗതേന മനസാ. പിന്നെ മനസ്സിന് വേറൊരു അസ്തിത്വമില്ല. ആ അവസ്ഥയിൽ കാണുന്ന ആള്, കാണുന്ന വസ്തു, കാണപ്പെട്ട വസ്തു എന്നുള്ള ഭേദമസ്തമിച്ച അനുഭൂതിയിൽ യോഗിനഃ പശ്യന്തി. യോഗികൾ കാണുന്നു. കാണുന്നു എന്ന് പറഞ്ഞാൽ അഹമസ്മി തത് ബ്രഹ്മ. ആ ബ്രഹ്മതത്വം ഞാനാകുന്നു. അന്നിലയിലുള്ള അനുഭൂതിയിൽ അവർ നിലീനരാകുന്നു. പശ്യന്തി യം യോഗിനഃ യസ്യാം തം ന വിദുഃസുരാസുരഗണാഃ. സുരന്മാർക്കും അസുരന്മാർക്കും, ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും ഈ പ്രഭുവിൻ്റെ ആദ്യന്തം അറിയാൻ ശേഷിയില്ല എന്ന് പറയും. കാരണം ഇവരൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്, ഇവരൊക്കെ പ്രവർത്തനക്ഷമരാവുന്നത് ദേശകാല പരിസരത്തിലാണ്. ദേശകാലാതീതമായി പരിലസിക്കുന്ന പ്രഭുവിൻ്റെ ആദ്യന്തങ്ങൾ, തുടക്കമൊടുക്കമൊക്കെ അറിയാൻ ഇവർക്കുണ്ടോ സാമർഥ്യം? യസ്യാന്തം ന വിദുഃസുരാ അസുരഗണാഃ. സുരന്മാർക്കും അസുരന്മാർക്കും, ദേവന്മാർക്കും അസുരന്മാർക്കും യാതൊരുവന്റെ ആദ്യന്തങ്ങൾ, ഇവിടെ അന്തത്തെ കുറിച്ചാണ് പറഞ്ഞത്, ആദ്യവും അനുസ്മരിക്കാം. ആദ്യന്തങ്ങൾ അറിയാൻ സാധിക്കുന്നില്ലയോ? ദേവായ, അങ്ങനെയുള്ള പരമേശ്വരനായിക്കൊണ്ട്, പരമപുരുഷനായിക്കൊണ്ട്, പ്രകാശസ്വരൂപനായിക്കൊണ്ട് നമഃ, തസ്മൈ ദേവായ നമഃ, അങ്ങനെയുള്ള പ്രഭുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അർത്ഥമറിഞ്ഞ് ഈ സ്തുതിയൊക്കെ ചൊല്ലിയ ശേഷം ഗീതാപാഠം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സ് വളരെ അതിന് സജ്ജമാവും എന്ന് പറയാം. യോഗ്യമായിട്ടിരിക്കും, സംശയമില്ല. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാം തം ന വിദുഃസുരാസുരഗണാഃ ദേവായ
തസ്മൈ നമഃ. അപ്രകാരമുള്ള ദേവനായിക്കൊണ്ട് നമസ്കാരം എന്നിങ്ങനെയാണ് ധ്യാന ശ്ലോകം അവസാനിക്കുന്നത്. ഈ ഒരു ധ്യാന ശ്ലോകത്തിൻ്റെ ആലാപനവും ചിന്തനവും മനനവും തുടർന്നും നമുക്കൊക്കെ ഉത്സാഹപൂർവം നിർവഹിക്കാം. അത് ഭഗവത്ഗീത പഠനത്തിന് നമ്മെ കൂടുതൽ യോഗ്യരാക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യാം. അങ്ങനെ ഏതോ ഒരു മിക്കവാറും മധുസൂദന സരസ്വതി ആവാം ആചാര്യൻ സമ്മാനിച്ചിട്ടുള്ള ഒരു ധ്യാന ശ്ലോക അനുഗ്രഹത്തെ നമുക്ക് മേൽക്കുമേൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമാറാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ധ്യാന ശ്ലോക പാഠം ഉപസംഹരിക്കുന്നു. ഹരി ഓം.